എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു വിദേശ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനായിട്ടാണ്. എന്റെ മകന്റെ വിദേശ പഠന സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള അലച്ചിലും ബദ്ധപ്പാടിലുമായിരുന്നു ഞാൻ. ഒരു രക്ഷകർത്താവെന്ന നിലയിൽ ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങൾ ഇതിന് പിറകിലുണ്ട്. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതിൻ്റെ A to Z കാര്യങ്ങൾ എനിക്ക് ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ഞാനതിൽ നിന്ന് മനസ്സിലാക്കി. അത് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം. ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനകത്ത് ഒരു 2-3 എപ്പിസോഡിലായിട്ടാണ് ഞാനത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം മുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണ് അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതെന്നും ഇതിലൂടെ ഞാൻ പറയുന്നു. വാച്ചിട്ട് യുവാക്കളുടെയും യുവതികളുടെയും സ്വപ്നരാജ്യം എന്നറിയപ്പെടുന്ന കാനഡ എന്ന രാജ്യത്തേക്ക് പഠനത്തിനായി പോകുന്ന കുട്ടികൾക്ക് ഏറെ ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ്. പ്രത്യേകിച്ച് പാരന്റ്സിന് വളരെ ഉപകാരപ്പെടും. തീർച്ചയായും നിങ്ങളിത് കാണേണ്ടതാണ്. കൂടുതൽ തെറ്റുകൾ വരുത്താതെയും ഒന്നും പോലും വിട്ടുപോകാതെ ഏറെക്കുറെ ഈ വീഡിയോയിലൂടെ കാര്യങ്ങൾ പറയുവാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. +2 പഠനം പൂർത്തിയായി കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണത്. കാനഡയിലേക്ക് പോകുവാനായിട്ട് തയ്യാറെടുപ്പ് നടത്തുന്നവർക്കും അവരുടെ ആശങ്കകളും രക്ഷകർത്താക്കൾക്കുണ്ടാകുന്ന ആശങ്കകളും ഫിനാൻസ് മറ്റ് കാര്യങ്ങൾ എല്ലാം ഈ വീഡിയോയിലൂടെ പറയുവാനായിട്ട് പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പഠനം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ തീരുമാനിക്കുക, എനിക്ക് വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹമുണ്ട്, അതിന് ഞാൻ യോഗ്യനാണോ, +1 ഞാൻ ഇങ്ങനെ പഠിച്ചാൽ മതിയാകുമോ എന്നൊക്കെ നാം സ്വയം ഒരു വിലയിരുത്തൽ നമ്മൾ തന്നെ നടത്തണം. എന്നിട്ട് അതിനുവേണ്ടിയുള്ള ശ്രമമായിരിക്കണം. യൂട്യൂബ് വീഡിയോസ് കയറി തിരഞ്ഞ് നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുക. ഏത് രാജ്യമാണ് എനിക്ക് പറ്റിയ ഒരു രാജ്യം എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള ക്രൈറ്റീരിയകളുണ്ട്. അപ്പോൾ ഏത് രാജ്യമാണ് എനിക്ക് പോകാൻ പറ്റിയതും പഠിക്കാൻ പറ്റിയതും എൻ്റെ കോഴ്സിന് കൂടുതൽ പ്രാധാന്യമുള്ളതും തുടർന്ന് എനിക്ക് ജോലി കിട്ടാൻ ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ തന്നെ +1 പഠനത്തോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. +2 അല്ലെങ്കിൽ +1 ഞാൻ ഇങ്ങനെ പഠിച്ചാൽ മതിയാവുമോ, കുറച്ചുകൂടി പഠനം നിലവാരം എൻ്റെ കൂട്ടേണ്ടതുണ്ട്. കാരണം ഞാൻ മറ്റൊരു രാജ്യത്ത് പോയി പഠിക്കാൻ പോകുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് പരമാവധി മാർക്ക് മേടിക്കാനും ശ്രമിക്കുക. സയൻസ്, മാത്സ്, ഫിസിക്സ് തുടങ്ങിയവരൊക്കെ നല്ല ഒരു ശതമാനം മാർക്ക് മേടിക്കുവാനായിട്ടുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് +1 പഠനത്തോടൊപ്പം ഉണ്ടാകണം. എങ്കിലേ കാനഡയിലെ മികവുറ്റ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ ഇത്തിരി എളുപ്പമായിരിക്കും. കാനഡയിലെ നല്ല കോളേജുകൾ കുട്ടിയുടെ +2 നിലവാരത്തിലെ ഇംഗ്ലീഷിന് പ്രത്യേകം ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവർ നോക്കും. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷിനൊക്കെ നല്ല മാർക്ക് മേടിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. എനിക്ക് വിദേശത്ത് പോയി പഠിക്കുവാനുള്ള സാമ്പത്തികവും സാഹചര്യവും ഒത്തിണങ്ങി വന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് സാമ്പത്തികം ഒരു പ്രധാന ഘടകമാണ്. നല്ലൊരു തുക ഇതിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കേണ്ടതായിട്ട് വരും. സ്കോളർഷിപ്പുകൾ നൽകുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും നല്ലൊരു പൈസ ഇതിനു വേണ്ടി നാം മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. മിക്കവാറും ചിലർ വീട് വിറ്റ്, ചിലർ ലോൺ എടുത്ത് ആകെ ബന്ധപ്പാടിലൊക്കെ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും പഠിക്കുന്ന കുട്ടികൾക്ക് ചെന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു രാജ്യമാണ് കാനഡ.
ഏറ്റവും ചുരുങ്ങിയത് മാതാപിതാക്കൾ അറിയേണ്ടതാണ്, ഒരു 30 ലക്ഷം രൂപയെങ്കിലും ഫസ്റ്റ് ഇയർ നമ്മൾ കാനഡയിൽ പോകുന്നതും ഫസ്റ്റ് ഇയർ ഫീസും GIC എല്ലാം കൂടി ഒരു 30 ലക്ഷം രൂപ ആകും. ഫസ്റ്റ് ഇയർ ഫീസിന്റെ കാര്യമാണ്. സെക്കൻഡ് ഇയർ ഫീസ് അവിടെ ചെന്നവര് പാർട്ട് ടൈം ജോബ് ചെയ്ത് ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. ഉണ്ടാക്കിയില്ലെങ്കിൽ, പാർട്ട് ടൈം ജോബ് കിട്ടാനായിട്ട് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇവിടുന്ന് ഒരു 15 ലക്ഷം രൂപയും കൂടിയൊക്കെ അയച്ചു കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും. ഇപ്പൊ കാനഡയുടെ GIC എമൗണ്ട് ഒക്കെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് മാതാപിതാക്കളാണ് ഞാൻ പറഞ്ഞത്, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. കാരണം കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടി വെച്ച സമ്പാദ്യമല്ല മക്കൾക്കായിട്ട് ചെലവഴിക്കുമ്പോൾ ആലോചിക്കണം, ജീവിക്കുന്ന സ്ഥലത്ത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു ചിന്തയും നമുക്ക് വേണം. അതിന് കുട്ടിയെ പറഞ്ഞ് നമ്മൾ പ്രാപ്തരാക്കുകയും വേണം. കാരണം ഇത് 1 വർഷത്തെ പ്രോസസ്സാണിത്. +2 കഴിഞ്ഞാൽ 1 വർഷം വേണ്ടി വരും ഈ വിദേശ വിദ്യാഭ്യാസം എന്ന കടമ്പ കടക്കുവാനായിട്ട്. ഇതിന് പിറകിൽ നടന്നാൽ മാത്രമേ വിദേശ വിദ്യാഭ്യാസം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അത് കുട്ടി മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, രക്ഷകർത്താക്കൾ A to Z അതിന്റെ പുറകെ വേണം. മിക്കവാറും ഞാൻ കണ്ടിരിക്കുന്നത് കുട്ടികൾ പോയി എവിടെയെങ്കിലുമൊക്കെ പോയി ചെന്ന് അബദ്ധത്തിലേക്ക് ചാടി അവസാനമുള്ള കാശും പോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ബോധവൽക്കരണം പോലെ ഈ ഒരു എപ്പിസോഡിലൂടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ പാരന്റ്സ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ മിക്കവാറും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. സാധാരണക്കാരന്റെ മക്കളാണ് ഇപ്പോൾ പോകുന്നത്. പണ്ടായിരുന്നു വളരെ സാമ്പത്തികമുള്ള ആൾക്കാർ മാത്രമേ ഇങ്ങനെ യൂറോപ്പിലൊക്കെ പോയി പഠിക്കുന്നുള്ളൂ. ഇപ്പോൾ കാനഡ, UK, USA, ഓസ്ട്രേലിയ തുടങ്ങിയ ന്യൂസിലാൻഡ്, ഫിൻലാൻഡ് ഇതുപോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള സാമ്പത്തികം നമ്മൾ എങ്ങനെ സ്വരുക്കൂട്ടാം, അങ്ങനെ സ്വരുക്കൂട്ടിയാൽ എന്റെ കുട്ടി അവിടെ പോയാൽ തന്റെ രീതിയിൽ വിദ്യാഭ്യാസം ചെയ്ത് പഠിച്ച് തിരിച്ചു വരാൻ അല്ലെങ്കിൽ അവിടെ സെറ്റിലാകാൻ പറ്റുമോ എന്നും പാരന്റ്സ് ചിന്തിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 വർഷത്തെ പ്രോസസ്സാണ് ഈ വിദേശ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടത്. കാരണം അത്രയും കാര്യങ്ങൾ ഇതിൽ ചെയ്യുവാനായിട്ടുണ്ട്. അതിനിടയ്ക്ക് എന്തെങ്കിലും ചെറിയ കോഴ്സുകളൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ എങ്കിലും നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഇതിനകത്തായിരിക്കണം. കൂടാതെ ഒരു 30 lakhs, ഒരു 30 ലക്ഷം രൂപ കൈമുതലായിട്ട് വേണം. അത് ബാങ്ക് വഴിയോ മറ്റുള്ള തരത്തിൽ എങ്ങനെയെങ്കിലും ആവാം. അത് പിന്നീടുള്ള എപ്പിസോഡിൽ പറയുന്നതാണ്. അപ്പൊ ഇത് രണ്ടും സെറ്റായി കഴിഞ്ഞാൽ ഈ 1 വർഷത്തെ കാര്യങ്ങൾ നമ്മൾ ഒന്ന് ആ പ്രോസസ്സും പിന്നെ ഒരു 30 ലക്ഷം രൂപയും കൈമുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് കാനഡ എന്ന സ്വപ്ന രാജ്യത്തേക്ക് മൂവ്മെന്റ് ചെയ്യാൻ നേരമായി. അതിന്റെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ദേശത്തേക്ക് പഠിക്കുവാൻ പോകുന്ന കുട്ടികൾ പാസ്പോർട്ടിന് അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പാസ്പോർട്ട് നമുക്ക് വേണം. അപ്പോൾ ആ പാസ്പോർട്ട് അപേക്ഷിച്ചാലും കുറച്ച് സമയമെടുക്കും. ആ പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്കത് കൈ കിട്ടുവാനായിട്ട്. അപ്പോൾ പാസ്പോർട്ട് ആദ്യമേ നമ്മൾ കയ്യിൽ എടുത്തിരിക്കണം. ആദ്യമായിട്ട് ചെയ്യേണ്ടത് +2ന് ഏത് സബ്ജക്റ്റാണ് ഞാൻ മെയിനായിട്ട് പഠിച്ചിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ പരമാവധി എടുക്കുവാനായിട്ട് ശ്രമിക്കുക. ആയതിലേക്കായിട്ട് കാനഡയിലെ ഒരു നല്ല കോളേജുകൾ ഒരു 3-4 എണ്ണം സെലക്ട് ചെയ്യുക. ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ DLI ലിസ്റ്റ് നോക്കുക. കാനഡയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് DLI ലിസ്റ്റിൽ ഈ കോളേജുകൾ വരുന്നുണ്ടോ എന്ന് നോക്കുക. അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ കോളേജുകൾ അതിനകത്തുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കൂടാതെ കോഴ്സ്, ഏതൊക്കെ കോഴ്സാണ് തനിക്ക് പറ്റിയ കോഴ്സ്, അതൊരു 3-4 എണ്ണം നമ്മൾ അതും സെലക്ട് ചെയ്യുക. അപ്പൊ ഇതെല്ലാം അവരുടെ വെബ്സൈറ്റിലുണ്ട്. പിന്നെ ഒത്തിരി യൂട്യൂബ് കാനഡയുടെ ഉണ്ട്, അവിടെയുള്ള ആൾക്കാർ ഇട്ടിരിക്കുന്ന യൂട്യൂബ് ഉണ്ട്. അതൊക്കെ കാണണം. നെഗറ്റീവായിട്ടുള്ളതും പോസിറ്റീവായിട്ടുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം നമ്മൾ കാണണം. എന്നിട്ട് നമ്മൾ ഒരു സ്വയം തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഇത് കാനഡയിൽ പോയാലും നമുക്ക് നല്ലൊരു ജീവിത നിലവാരം ഉണ്ടാവും. അതിനുവേണ്ടിയാണ് നമ്മൾ പോകുന്നത്.
ഇപ്പൊ ഇത്രയും പൈസയൊക്കെ മുടക്കി നമ്മൾ പോകുമ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ വിജയിക്കാനായിട്ട് കഴിയുള്ളൂ. മിക്കവാറും എല്ലാം പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. നെഗറ്റീവ് ഉണ്ടാവും, ഒരു കാര്യത്തിന് നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. പക്ഷെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക. പഠനം ഒരു പരമപ്രധാനമായ ഒരു ഘടകം തന്നെയാണ്. ഈ കാനഡയിൽ പോയി കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ തനിക്ക് ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ജോലിക്ക് സാധ്യത കൂടുതലുള്ള ആ കോഴ്സാണ് നോക്കി പഠിക്കേണ്ടത്. തുടർന്ന് നമ്മൾ ഒരു നല്ല ഏജൻസിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. സ്വന്തമായിട്ട് നമുക്ക് ഇതൊക്കെ തയ്യാറാക്കി പോകാനായിട്ട് വളരെ പാടാണ്. ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് ഇതിനകത്തൊക്കെ. മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോഴുണ്ടാകുന്ന കുറേ പേപ്പർ വർക്കും ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊന്നും നമ്മളെ കൊണ്ട് പെട്ടെന്ന് സാധിക്കുന്ന കാര്യമല്ല. അപ്പം അതുകൊണ്ട് നല്ലൊരു വിശ്വസ്തയോടെയുള്ള ഒരു ഏജൻസിയെ നമ്മൾ കണ്ടെത്തുക. വിദേശ വിദ്യാഭ്യാസ സെമിനാറുകൾ മിക്കവാറും കൊച്ചിയിലും അല്ലെങ്കിൽ തിരുവനന്തപുരത്തും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. തന്റെ തൊട്ടടുത്തുള്ള ഏത് സ്ഥലത്താണ് ആ വിദേശ വിദ്യാഭ്യാസ സെമിനാറുകൾ നടക്കുന്നത് എന്നുള്ളത് പേപ്പർ മുഖാന്തരം കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റേ വാട്സാപ്പിലൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു വിദേശ വിദ്യാഭ്യാസ സെമിനാറെങ്കിലും പാരന്റ്സ് അറ്റൻഡ് ചെയ്തിരിക്കണം. അമ്മയും അച്ഛനും ചേർന്ന് അറ്റൻഡ് ചെയ്തിരിക്കണം. തന്റെ മകനെ വിദേശ വിദ്യാഭ്യാസത്തിന് വിടുമ്പോൾ രക്ഷകർത്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ അവിടെ നിന്ന് പറയും. നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും ചെന്ന് കഴിഞ്ഞാൽ. അതിന്റെ സാമ്പത്തിക ബാധ്യതകൾ, അവിടെ ചെന്ന ജോലി കിട്ടുന്നതുമായിട്ട് സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉടനെ ഒന്നും അവിടെ പോയി ജോയിൻ ചെയ്യണമെന്നല്ല പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ സഹായകരമായ ഒരു സംഭവമായതുകൊണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഒരു സെമിനാർ മാത്രമല്ല, ഒരു വെബിനാർ മാത്രമല്ല, ഒരു 2-3 ഉണ്ടെങ്കിൽ അത് കാണുക, അത് കേൾക്കുവാനും പോവുക. എന്നിട്ട് നിങ്ങൾ ഒരു 3-4 ഏജൻസിയെ സമീപിക്കുക. അതിനകത്ത് ഏറ്റവും വിശ്വസ്തതാർന്നതും സുതാര്യമായതും നമ്മളോട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും നമ്മളുടെ സംശയങ്ങൾക്ക് എപ്പോഴും ദൂരീകരണം തരുന്ന ഏജൻസി നമ്മളൊരെണ്ണം ഫൈനൽ ചെയ്യുക. അങ്ങനെ ഫൈനൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ അവരോട് പറയുക. എനിക്ക് കാനഡയിൽ ഇന്ന കോളേജിൽ പഠിക്കണം, ഇന്ന കോഴ്സൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതിനകത്ത് ഈ 4 കോഴ്സ് ഉണ്ട്, അതിനകത്ത് ഏതെങ്കിലും ഒരു കോഴ്സ് എനിക്ക് പഠിക്കണം. ഇപ്പോൾ ഒരു കോഴ്സാണ് നമുക്ക് ഏറ്റവും താല്പര്യം എന്നിരിക്കട്ടെ, പക്ഷേ ആ കോളേജിൽ ചിലപ്പോൾ നമുക്കത് കിട്ടിയെന്ന് വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന കോഴ്സ് പഠിക്കണമെന്ന് അവരോട് തന്നെ പറയുക. അവർ പറയുന്ന കോഴ്സുകൾ എടുക്കാതെ നമ്മൾ പറയുക, എനിക്ക് ഇന്ന കോഴ്സൊക്കെയാണ് ആവശ്യം, അല്ലെങ്കിൽ 2-3 കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇന്ന കോഴ്സാണ് എനിക്ക് വേണ്ടത് എന്ന് പറയും. അപ്പം നല്ല ഏജൻസി ആണെങ്കിൽ അവരപ്പം തന്നെ അത് നോക്കിയിട്ട് എൻ്റെ ടൈമും കാര്യങ്ങളും എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. പിന്നീട് ഏജൻസി ആയിരിക്കും നമ്മുടെ മിക്കവാറും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എങ്കിൽ തന്നെയും എല്ലാം ഏജൻസി തരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ആരും ഇരിക്കരുത്. നമ്മളാവശ്യമാണ്, നമ്മളാണ് കൂടുതൽ പൈസ മുടക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയ പൈസയാണ്, അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. ആ പൈസ കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ അന്വേഷിക്കാതിരിക്കുകയും ഏജൻസി എല്ലാം ചെയ്തോളും എന്ന് പറഞ്ഞിരുന്നാൽ ഒന്നും നടപടിയാവില്ല. ഇതിന് പിറകിൽ കുട്ടിയും രക്ഷകർത്താവും ഇതിന്റെ പുറകിൽ ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ വാട്സപ്പ് വഴിയും അല്ലെങ്കിൽ മെയിൽ വഴിയും കാര്യങ്ങളൊക്കെ എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞാണ്, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്, അത് വെറുതെ കൊണ്ട് നശിപ്പിച്ച് കളയാനുള്ളതല്ല. അപ്പോൾ ഏജൻസിയോട് നമ്മളോട് നിരന്തരം നമ്മൾ അവരുടെ കാര്യങ്ങൾ ചോദിക്കുക. കുട്ടി ചോദിക്കുന്നത് കൂടാണ്ട് പാരന്റ്സും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. +2 കഴിഞ്ഞ് വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പക്വതയൊന്നും ഉണ്ടാകണമെന്നില്ല. ഡിഗ്രി കഴിഞ്ഞ് പോകുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല, അവർ ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ സംസാരിച്ചോളും. എങ്കിലും +2 കഴിഞ്ഞ് പോകുന്നവർക്ക് അവരൊരു എടുത്തുചാട്ടത്തിന്റെ രീതിയിലായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പാരന്റ്സ് ഏജൻസിയിൽ നേരിട്ട് പോയി കാര്യങ്ങൾ അന്വേഷിക്കുക. കാരണം തന്റെ സമ്പാദ്യമെല്ലാം ഇതിനുവേണ്ടി ചെലവഴിക്കുന്ന പാരന്റ്സിന് വളരെയധികം ആശങ്കകളുണ്ടാവും. ആ ആശങ്കകളെല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏജൻസിയിൽ ചെല്ലണം എന്ന് പറയുന്നത്.
അവിടെ ചെന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. എൻ്റെ കുട്ടി ഇന്ന കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതിന് അവിടെ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഏത് കോഴ്സ് ഞാൻ എടുക്കണം. നല്ല ഏജൻസി ആണെങ്കിൽ അവർ കുറച്ച് 3-4 കോഴ്സ് അവർ പറഞ്ഞു തരും. ചില ഏജൻസിക്ക്, നല്ല വലിയ ഏജൻസിക്ക് കോളേജായിട്ട് ടൈപ്പ് ഉണ്ടാവും. നല്ല നല്ല കോളേജുകളായിട്ടായിരിക്കും ടൈപ്പ്, യൂണിവേഴ്സിറ്റികളായിട്ടും ടൈപ്പുള്ള ഏജൻസീസ് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഏജൻസികളെയൊക്കെ സമീപിച്ച് നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് തൻ്റെ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും അത് ഒരു ബുക്കിൽ എഴുതി വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. നമുക്ക് ചെലവാകുന്ന പൈസ ഓരോന്നും നമ്മുടെ ഒരു ഡയറിയിൽ രക്ഷകർത്താവ് എഴുതി വെക്കുകയോ അതെല്ലാം ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ഡേറ്റ്, ഓരോന്നിന് കൊടുക്കുന്ന ഡേറ്റുകളും പൈസ കൊടുക്കുന്ന ഡേറ്റും എല്ലാം കൃത്യമായി എഴുതി വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. തുടർന്ന് നമ്മൾ പിന്നീട് രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യമാണ് IELTS എന്നൊരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് പഠിച്ച് പാസ്സാകുക എന്നുള്ളത്. അത് ചില ഏജൻസികൾ അവർ തന്നെ നടത്തുന്ന കോഴ്സ് സെന്ററുകളുണ്ട്. അതിന് ഏതാണ്ട് ഒരു 10,000 രൂപയോളം വരും. ഒരു 2 മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ 3 മാസത്തെ കോഴ്സ് 10,000 അല്ലെങ്കിൽ 15,000 ആ റേഞ്ചിലൊക്കെ പോകും. ഇപ്പൊ നമ്മളൊരു 2 മാസത്തെ കോഴ്സ് എടുത്ത് പഠിക്കുന്നു. സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിംഗ്, ലിസണിങ്, അങ്ങനെ 4 കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. കുട്ടിയുടെ ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യം, കാരണം മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഒന്നും അറിയാൻ പാടില്ലാതെ നമ്മൾ വിഷമിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. നമ്മൾ ഈ അടുത്ത് പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന സിനിമ നമ്മൾ കണ്ടിരുന്നു, ബ്ലസ്സി സംവിധാനം ചെയ്ത. അതിനകത്ത് ഭാഷ അറിയാൻ പാടില്ല. ദുബായിൽ ചെന്നിട്ട് സൗദിയിൽ അല്ലെങ്കിൽ എയർപോർട്ടിൽ ചെന്ന് നിൽക്കുന്ന ആൾക്ക് ഭാഷ അറിയില്ല. അയാൾ 5ാം ക്ലാസ് പഠിച്ച ഒരാളാണ്. അന്ന് വിളിച്ചപ്പോൾ അറബിയുടെ കൂടെ ആ വണ്ടി കയറി പോയി. അപ്പൊ അത് അറേബ്യൻ നാടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ. ആ കോഴ്സ് നമ്മൾ നല്ലോണം കഷ്ടപ്പെട്ടാൽ മാത്രമേ ആ കോഴ്സ് പഠിച്ച് പാസ്സാവാനായിട്ട് പറ്റുള്ളൂ. എന്റെ മകനും ഇതുപോലെ തന്നെ കോഴ്സിൽ ചേർന്നപ്പോൾ അത് നിസ്സാരമാണ്. അത് ജസ്റ്റ് ഒരു ഇംഗ്ലീഷിന്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരു സംഭവമല്ലേ. പലരും ചോദിച്ചപ്പോൾ അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പാരന്റ്സ് എന്ന് മനസ്സിലാക്കിയപ്പോഴും ഇതറിയാവുന്ന ആൾക്കാരോട് ചോദിച്ചപ്പോഴൊക്കെ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ വളരെ ടഫാണ്. ICSE സിലബസ് പഠിച്ചതും CBSE പഠിച്ച കുട്ടികൾക്കും അല്ലെങ്കിൽ കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊന്നും IELTS ഒരു ഫസ്റ്റ് ചാൻസിലോ സെക്കൻഡ് ചാൻസിലോ കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം അവിടെ IELTSന്റെ കോഴ്സിന്റെ ക്ലാസ്സിൽ ഇരുത്താൻ വേണ്ടി എന്റെ മോനെ ഇരുത്താൻ വേണ്ടി പോയപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ചയിൽ ആൾക്കാരുടെ കാര്യം അറിഞ്ഞപ്പോഴുള്ള കാര്യം ഞാൻ പറഞ്ഞത്. അവിടെ കോളേജ് അധ്യാപകരിപ്പുണ്ട്, ലെക്ചർമാരിപ്പുണ്ട്, അവര് ബോംബെ, ഡൽഹിയിലൊക്കെ പഠിച്ചു വന്ന ആൾക്കാരുണ്ട്. അവർക്ക് പോലും കിട്ടാറില്ല. 3ാമത്തെ ചാൻസിലേക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ എനിക്കും ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ എനിക്കും വളരെ ആദ്യമായി ഇത് കിട്ടുമോ, ഇവനെ സംബന്ധിച്ച് ഇത് കിട്ടുമോ. അവൻ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ഒരു കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് അത് കിട്ടാൻ ചാൻസ് ഉണ്ടോ, കിട്ടുമോ? നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഈ 1 വർഷം ഇതിന്റെ പുറകിൽ നടന്നിട്ട് അത് കിട്ടാതെ പോയാൽ പിന്നെ ഇനി എന്ത് എന്നുള്ളത്, വാട്ട് ഈസ് നെക്സ്റ്റ്? IELTS എന്നുള്ള ഒരു കടമ്പ ചിലർക്ക് നിസ്സാരമായിട്ട് തോന്നാം. റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, അതിന് ഏതാണ്ട് ഒരു 17,000 രൂപ അതിന് ചെലവ് വരും. അത് IELTS തോറ്റു കഴിഞ്ഞാൽ വീണ്ടും എഴുതുമ്പോൾ വീണ്ടും 17,000 കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ വീണ്ടും തോറ്റാൽ വീണ്ടും 17,000 കൊടുക്കണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന് നമ്മൾ ഒരു കണക്ക് പുസ്തകം പോലെ നമ്മളത് എഴുതി സൂക്ഷിച്ചു വെക്കണം. ഇത്രയും രൂപ എൻ്റെ കുട്ടിക്ക് ചെലവാകുന്നുണ്ട്, നമുക്കൊരു ബോധ്യം വേണം. നമ്മൾ ആദ്യമേ വിചാരിക്കും +2 കഴിഞ്ഞാൽ ഉടനെ തന്നെ അങ്ങോട്ട് കാനഡയ്ക്ക് കയറി പോവാം, അല്ലെ മറ്റു രാജ്യത്തേക്ക് ഏതെങ്കിലും ഓസ്ട്രേലിയയിലേക്കോ ഇവിടെ കയറി പോകാം, മാർക്കുണ്ടെങ്കിൽ മതി. പക്ഷെ ഇങ്ങനൊരു കടമ്പയും കൂടിയുണ്ട്. അത് നമ്മൾ ചിലവർ ഏജൻസിയിൽ ചെന്ന് ബന്ധപ്പെട്ട് കഴിയുമ്പോഴാണ് അവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇങ്ങനൊരു സംഭവം ഉണ്ട്, അതിന്റെ വേറെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്, OET അങ്ങനെ പറയുന്ന ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പഠിച്ച, എന്റെ മോൻ പഠിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ IELTS ആണ് പ്രധാനമായിട്ട് എടുത്ത് പഠിച്ചത്. അത് പരസ്പരം അവിടെ പഠിക്കുന്ന കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തി
പിന്നെ സിനിമകൾ, ഇംഗ്ലീഷ് സിനിമകൾ കണ്ട്, സബ് ടൈറ്റിലുള്ള സിനിമകൾ കണ്ട് ആ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ചു വെച്ചാൽ മാത്രമേ IELTS എന്നുള്ള കടമ്പ 6.5 എന്നുള്ള ബാൻഡ് കരസ്ഥമാക്കാനായിട്ട് കഴിയുകയുള്ളൂ. IELTS കോഴ്സ് പഠിക്കുന്നതിനായിട്ടാണ് ഒരു 7,000 രൂപ മിനിമം. ചില കോഴ്സ് നടത്തുന്നവർ 15 രൂപ അതൊക്കെ മേടിക്കും. കാരണം 2 മാസം 3 മാസം അല്ലെങ്കിൽ 4 മാസം അങ്ങനെ ഡ്യൂറേഷൻ നോക്കിയിട്ടാണ് ഫീസ്. അപ്പൊ കോഴ്സ് പഠിക്കുന്നതിനുള്ള ഫീസാണ് 7,000 രൂപയോളം വരുന്നത്. പരീക്ഷയ്ക്കുള്ള ഫീസാണ് 17,000 രൂപ. പരീക്ഷ തോറ്റു കഴിഞ്ഞാൽ വീണ്ടും ഈ പൈസ അടക്കേണ്ടതായിട്ട് വരും. നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസം പിടിക്കും അതിന്റെ റിസൾട്ടൊക്കെ വരാനായിട്ട്. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കടമ്പ നമ്മൾ കടന്നു. ജയിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം ഉണ്ടാകും. IELTS കിട്ടി, എനിക്ക് എന്റെ വിദേശ സ്വപ്നങ്ങൾക്ക് ചിറക് മുളച്ചു എന്ന് കരുതാം. തുടർന്ന് നമ്മൾ ഏജൻസി അറിയിക്കുന്നു. ഏജൻസി അതെല്ലാം നോക്കിയിട്ട്, അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമുക്ക് പറ്റിയ കോഴ്സും തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ നേരെ ആപ്ലിക്കേഷൻ അയക്കുകയാണ്. ഈ ആപ്ലിക്കേഷൻ അയക്കുന്നത് നമ്മളിപ്പോ ഒരു 3 ഇൻടേക്കാണ് കാനഡയ്ക്കുള്ളത്. ജനുവരി, സെപ്റ്റംബർ, മെയ്, പിന്നെ 3 ഇൻടേക്കുകളാണുള്ളത്. അപ്പോൾ നമ്മളിപ്പോ ജനുവരിയാണ് നമ്മൾ പോകുവാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 4 മാസം മുൻപോ അല്ലെങ്കിൽ 5 മാസം മുൻപോ അയച്ചിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, 1 വർഷത്തെ പ്രോസസ്സാണ് ഈ വരുന്നത്. അവർ കോൾ ഫോർ ചെയ്യുന്ന സമയമുണ്ട്. ആ സമയത്താണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏജൻസി നമ്മളെ അത് അറിയിച്ചുകൊണ്ടിരിക്കും. നല്ല ഏജൻസികൾ എപ്പോഴും അറിയിച്ചുകൊണ്ടിരിക്കും, നിങ്ങളുടെ കോഴ്സിന് സമയമായിട്ടുണ്ട്, ഇപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ IELTS പാസ്സായ ഉടൻ ഏജൻസി അറിയിച്ച് ആപ്ലിക്കേഷൻ അയക്കുക. ആപ്ലിക്കേഷൻ, ചില കോളേജുകൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടാകില്ല. എന്നാൽ മിക്കവാറും കോളേജിന് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അതും ഏതാണ്ട് 6,500, 5,500, 7,000 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും ആപ്ലിക്കേഷൻ ഫീ. ഒരു കോളേജിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ അടയ്ക്കണമെങ്കിൽ ഈ ഫീസ് കൊടുത്താൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മൾ നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പായ ആപ്ലിക്കേഷൻ, നമ്മുടെ ഇഷ്ടപ്പെട്ട കോളേജിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുന്നു. പൈസ ചിലവാകും എന്ന് പറയാനുള്ള കാരണം, നമ്മൾ ഒരു കോളേജിലേക്കല്ല അയക്കുന്നത്, 2-3 കോളേജിലേക്കെങ്കിലും നമ്മൾ അയക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ 6,500 വെച്ച് 3 കോളേജിലേക്ക് വിടുമ്പോഴത്തേക്കും ഏതാണ്ട് 20,000 രൂപ സംതിങ് അത് വരും. അപ്പൊ ഇതാ ഞാൻ പറഞ്ഞ പൈസ ഒരു സാമ്പത്തിക ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഇത് നമ്മൾ അതറിഞ്ഞിട്ട് വേണം ഇതിനകത്തേക്ക് കാലെടുത്ത് വെക്കുവാനായിട്ട്. പക്ഷെ എങ്കിലും പോയാൽ നഷ്ടമൊന്നും ഉണ്ടാകില്ല. നല്ലോണം പഠിക്കുന്നവരാണ്, നല്ലോണം നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കുട്ടികളാണെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാകില്ല എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഏജൻസി നമുക്ക് അയച്ചു തരും. നമ്മൾ അത് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ പേര്, ഇൻഷ്യല്, നമ്മുടെ സ്ഥലം, ഇതിനെല്ലാം ഒരു കൃത്യത ഉണ്ടാവണം. കൃത്യമായിരിക്കണം. നമ്മൾ ഫസ്റ്റ് വിടുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ ഇനിഷ്യല് വരെ വളരെ കൃത്യമായിട്ട് നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ മാർക്കിന്റെ കാര്യങ്ങൾ, അതിന്റെ പെർസെന്റേജുകൾ, ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ തയ്യാറാക്കി കൊടുക്കണം. ഏജൻസി ഒരു പരിധിവരെയൊക്കെ അത് നോക്കുള്ളൂ. പക്ഷെ എങ്കിലും നമ്മൾ റീചെക്ക് ചെയ്തിട്ട് ആണ് ഇതിന് വിടേണ്ടത്. കാരണം ആദ്യം വിടുന്ന ആപ്ലിക്കേഷനാണ്. അതേ തുടർന്നായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നീട് തിരുത്തലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. വീണ്ടും നമ്മുടെ ഏജൻസിയെ സമീപിക്കണം. അതിന്റെ കുറച്ച് വേറെ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടതായിട്ട് വരും. തൊടുന്നതിന് പൈസയായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുവാനായിട്ട്. തുടർന്ന് നമ്മൾ കോളേജിൽ നിന്നുള്ള ഓഫർ ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, അടുത്തൊരു കടമ്പ കടക്കുവാനായിട്ട്. അടുത്ത എപ്പിസോഡിൽ തുടർന്നുള്ള ഭാഗം കാണാം. താങ്ക് യു.